ஆற்றில்லாவழியாதும் இறைவனே போற்றுமன் போற்றி போற்றுமன் போற்றி புகழ்மின் புகழ்ந்தெழு மேத்திசைக்கும் கிழக்கும் திசையற்றோடும் மாற்றுவன பரே ஆட்டவுமாமே. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 4-ാം തന്ത്രത്തിലെ നവാക്ഷരി ചക്രത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ. കണ്ടുകൊണ്ടിടാം നിൻമുൻ പ്രത്യക്ഷമായി നിൽപ്പോർ ആ പരാശക്തിയെ തന്നെ ആദിയാം ശക്തിയെന്നും കായാമ്പൂ വർണ്ണമൊത്തോരവളെ ഭജിച്ചിരുന്നാൽ ആയാസമന്യേ നേർച്ച ഏതും ഫലപ്പെടും കേൾ. ഇവിടെ കായാമ്പൂ വർണ്ണത്തോടു കൂടിയ ദേവിയെ എന്തു ചെയ്യാം? പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും. ഈ നവാക്ഷരി ചക്രം ജപിക്കുന്ന ഒരു സാധകന് പരമേശ്വരിയെ കായാമ്പൂ വർണ്ണത്തോടു കൂടി നേരിട്ട് മുന്നിൽ കാണാൻ കഴിയും. ആദിശക്തിയായ അവളെ കാണാൻ കഴിയുന്നതോടുകൂടി നേർച്ച ഏതും ഫലപ്പെടും. മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. അപ്പോൾ പരാശക്തിയായ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും അമ്മ നിറവേറ്റിത്തരും. അടുത്ത് നോക്കൂ. നാം ചരിച്ചിടും പാരിൽ വളരുന്നു വൻ നന്മയെല്ലാം പോയിടും മാറി നടന്ന് കാലനും നമ്മെ കണ്ടാൽ സൂര്യനെപ്പോൽ പ്രകാശം വർദ്ധിച്ച് വിളങ്ങിയിടാൻ കാര്യം അവളെ നീയും നല്ല പോൽ ഭജിച്ചിടൂ. നീ നല്ല പോലെ മഹാദേവിയെ ഭജിക്കൂ. അങ്ങനെ ഭജിച്ചാൽ നാം ചരിച്ചിടും പാരിൽ വളരുന്നു നന്മയെല്ലാം, ഈ ലോകമാകെ നന്മ കൊണ്ട് നിറയും. അപ്പോൾ ദേവീ ഭജനം കൊണ്ട് നമ്മുടെ ഈ പാരെല്ലാം, ഈ ഭൂമിയെല്ലാം നന്മ നിറഞ്ഞതാകും. ദുഷ്ടശക്തികളെ പരമാവധി നശിപ്പിച്ച് നന്മയുടെ ഒരു ലോകം പടുത്തുയർത്താൻ മഹാദേവിക്ക് മാത്രമേ കഴിയൂ. പിന്നെയോ പോയിടും മറി നടന്ന് കാലനും നമ്മെ കണ്ടാൽ, ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ കാലൻ നമ്മെ മറികടക്കും. അതായത് ദേവിയുടെ അനുഗ്രഹമുള്ള ഒരാൾക്ക് മരണഭയത്തിൻ്റെ ആവശ്യമില്ല. കാലൻ ആ ദേവീ ഭക്തനെ ഉപേക്ഷിച്ചു പോകും. കാലന് മരണദേവതയ്ക്ക് ഒരിക്കലും കീഴ്പ്പെടുത്താൻ ഒരു ദേവീ ഭക്തനെ പറ്റുകയില്ല. ഒരു ദേവീ ഭക്തൻ മരണത്തിന് അതീതനാണ്. പിന്നെയോ സൂര്യനെപ്പോൽ പ്രകാശം വർദ്ധിച്ചു വിളങ്ങിയിടാൻ, ആ ദേവീ ഭക്തൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കും. സൂര്യ തേജസ് നിറഞ്ഞതായിരിക്കും ഒരു ദേവീ ഭക്തൻ്റെ മുഖം. അപ്പോൾ ഒരു ദേവീ ഭക്തനെ തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. അയാളുടെ മുഖം എപ്പോഴും സൂര്യനെ പോലെ തേജസ്സുള്ളതായിരിക്കും. ദേവിയുടെ അനുഗ്രഹമുള്ള ഒരാളെ തിരിച്ചറിയണമെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കിയാൽ മതി, ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ മതി. അത് സൂര്യപ്രകാശത്തെ ആവാഹിക്കുന്നതായിരിക്കും. ഇനി നോക്കൂ. പൊൻ വെള്ളി മാണിക്യം പോലുള്ളതെല്ലാം ലഭിക്കും. ശിവനാകും ആദിനായക പ്രസാദങ്ങളേറും. കാക്ഷിക്കും ദൈവയോഗമെല്ലാം ഭവിച്ചിടും നീ, പ്രാപിക്കത്തക്കതെല്ലാം നിശ്ചയം പ്രാപിച്ചിടും. ഈ ലോകത്ത് എന്തൊക്കെയാണോ പ്രാപിക്കേണ്ടത് ആ
പ്രാപ്യ വസ്തുക്കളെല്ലാം തന്നെ നേടാൻ ഒരു ദേവീ ഭക്തന് ഒട്ടും പ്രയാസമില്ല. മനസ്സിൽ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ ദേവി നടത്തിയിരിക്കും. എന്തൊക്കെ? പൊൻ, വെള്ളി, മാണിക്യം പോലുള്ളതെല്ലാം ലഭിക്കും. സാമ്പത്തികമായ പൊന്ന്, വെള്ളി, മാണിക്യം തുടങ്ങിയ ആ സമ്പന്നത മുഴുവനും ഒരു ദേവീ ഭക്തന് വന്നു ചേരും. അതായത് ശ്രേയസ് മാത്രമല്ല പ്രേയസ്സും ഒരു ദേവീ ഭക്തന് വന്നു ചേരും. ശിവനാഗം ആദിനായക പ്രസാദങ്ങളേറും. ആദിനായകനായ ആദിഗുരുവായ ശിവൻ്റെ പ്രസാദവും അതോടെ ലഭിക്കും. അതായത് ശ്രേയസ്സും പ്രേയസ്സും ഒരുമിച്ച് ലഭിക്കും. സ്വാഹയുടെ അനുഗ്രഹം കൊണ്ട്, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ശ്രേയസ്സും പ്രേയസ്സും ഒരു ദേവീ ഭക്തന് കിട്ടുക തന്നെ ചെയ്യും. ഇതാണ് ശ്രീനാരായണ ഗുരുദേവൻ ഹോമമന്ത്രത്തിലൂടെ ആവിഷ്കരിക്കുന്നത്. അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ ഹോമമന്ത്രം എന്നൊരു മന്ത്രകാവ്യം രചിച്ചിട്ടുണ്ട്. അതിൽ അഗ്നിക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശ്രേഷ്ഠ പ്രേഷ്ഠ എന്നാണ്. ശ്രേയസ്സും പ്രേയസ്സും നൽകട്ടെ, അവിടുന്ന് ശ്രേയസ്സും പ്രേയസ്സും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കൂ എന്നാണ് അഗ്നിദേവതയോട് ഹോമമന്ത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രാർത്ഥിക്കുന്നത്. അതായത് ശ്രേയസ് മാത്രമല്ല, ശിവാരുൾ മാത്രമല്ല, ദേവിയുടെ പ്രേയസ്സും ശക്തിയും ആ സാധകന് ലഭിക്കും. ഈ സംഭവം ദേവി ഭാഗവതത്തിൽ വിശദീകരിക്കുന്ന ഒരു തലമുണ്ട്. അതിൽ ഹാലാഹലന്മാരെ ശിവവിഷ്ണുമാർ നിഗ്രഹിക്കുന്നു. ഇത് കണ്ട് അഹങ്കാരികളായ ശിവനും വിഷ്ണുവും സ്വന്തം ഭാര്യമാരുടെ അടുത്ത് നിന്ന് തങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഹാലാഹലന്മാരെ മുഴുവൻ നശിപ്പിച്ച് വിജയം പ്രാപിച്ചത് എന്ന് അഹങ്കരിക്കുന്നു. അപ്പോൾ അവരുടെ ഭാര്യമാരായ ദേവിമാർ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ ഈ ദേവന്മാർക്കെന്ന് കരുതി അവർ പിണങ്ങി പോകുന്നു. സത്യത്തിൽ ശിവനും വിഷ്ണുവും ഈ ഹാലാഹലന്മാരെ നശിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ശക്തി അവരുടെ ദേവീശക്തിയാണ്, അവരുടെ ഭാര്യമാരുടെ ശക്തിയാണ്. പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാൻ ശിവനും വിഷ്ണുവും തയ്യാറാകുന്നില്ല. അതോടെ ശിവനും വിഷ്ണുവും നിശ്ചലരായി തീർന്നു. ശക്തിയില്ലെങ്കിൽ ശിവൻ വെറും ശവമാണ്. അതുപോലെ വിഷ്ണുവിനും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, നിശ്ചലനായി മാറി. ഇത് കണ്ട് ദേവന്മാർ ഭക്തിപരവശരായി ദേവിയോട് പ്രാർത്ഥിച്ചപ്പോൾ ദേവി അവർക്കൊരു അനുഗ്രഹം കൊടുത്തു. ഞാൻ തീർച്ചയായിട്ടും ദക്ഷപ്രജാപതിയുടെ മകളായിട്ട് ജീവിക്കാമെന്നും പാലാടിയുടെ മകളായി തീരാമെന്നും അവർക്ക് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ ദക്ഷപ്രജാപതിയുടെ മകളെ ശിവനും അതേപോലെ തന്നെ പാലാഴിയുടെ മകളെ വിഷ്ണുവും സ്വീകരിക്കുന്നു. അതോടുകൂടി അവർക്ക് നഷ്ടപ്പെട്ട ശക്തി മുഴുവനും തിരിച്ചു കിട്ടുകയും അവർ ശക്തി ദേവതകളുടെ ആ ശക്തിയെ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തതായിട്ട് ദേവി ഭാഗവതത്തിൽ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശക്തി ദേവി, പരാശക്തിയുടെ മഹാശക്തി വിശേഷം. ശിവൻ ശവമായി മാറും ശക്തിയില്ല എങ്കിൽ. സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യ ഭഗവത്പാദർ ഇത് ആദ്യ ശ്ലോകത്തിൽ തന്നെ വിവരിക്കുന്നുമുണ്ട്. ഇനി നോക്കൂ, കണ്ടുകൊണ്ടിടാം ശിവനായിക തന്നെയാർക്കും, വീണ്ടും കൊണ്ടിടാം വക്ഷ്യശക്തിയെ അവളിൽ നിന്നും, ഉണ്ടുകൊണ്ടിടാം അവളേന്തും ഗുണങ്ങളെല്ലാം, പണ്ടേ അവൾക്ക് എഴുന്ന പ്രാഭവ പ്രളയവും കേൾ. പറയാണ്, കണ്ടുകൊണ്ടിടാം ശിവനായിക തന്നെയാർക്കും. ഈ നവാക്ഷരി മന്ത്രസാധനയിലൂടെ, ജപസാധനയിലൂടെ ദേവിയെ ആർക്കും മുന്നിൽ തന്നെ, കൺമുന്നിൽ തന്നെ
കാണാൻ കഴിയും, കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയും. വീണ്ടും കൊണ്ടിടാം വശ്യശക്തിയെ അവളിൽ നിന്ന് അനേകം വശ്യശക്തിയെ കൊള്ളാൻ കഴിയും, സ്വീകരിക്കാൻ കഴിയും. ഉണ്ട് കൊണ്ടിടാം അവളേന്തും ഗുണങ്ങളെല്ലാം, അവളുടെ ഗുണങ്ങളെല്ലാം, അഷ്ടസിദ്ധികളെല്ലാം ഈ ദേവീ ഭക്തന് കിട്ടും. പണ്ടേ അവൾക്ക് എഴുന്ന പ്രാഭവപ്രളയങ്ങൾ, അവൾക്ക് അങ്ങേയറ്റം ശക്തിവിശേഷങ്ങളുണ്ട്. ഈ ശക്തിവിശേഷങ്ങളെല്ലാം തന്നെ സാധകന് നൽകാൻ അവൾ ദയാലുവാണ് താനും. അപ്പോൾ ഒരു ദേവീ ഭക്തന് എല്ലാവിധ അനുഗ്രഹങ്ങളും അവൾ വാരിക്കോരി കൊടുക്കും. ഇതാണ് ബാല ഉപാസകർക്കുള്ള പ്രത്യേകത. ദേവി ഉപാസകർക്ക് മൊത്തത്തിലുണ്ട്. അതിൽ തന്നെ തമിഴകത്ത് വാലൈ എന്ന് പറയുന്ന ബാല ത്രിപുര സുന്ദരിയെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് പ്രീതിപ്പെടുത്തുന്ന ഒരു സാധനാക്രമം തമിഴകത്തുണ്ട്. ബാലൈ മന്ത്രസാധന എന്ന് പറയുന്നുണ്ട്. അത് ഇതിലെ ഈ നവാക്ഷരി മന്ത്രത്തിലെ ആദ്യ ഭാഗം കാച്ചിക്കുറുക്കിയതാണ്. 3 അക്ഷരങ്ങളുള്ള 3 ബീജാക്ഷരങ്ങളുള്ള ആ ബാലാമന്ത്രം ഈ നവാക്ഷരി മന്ത്രത്തിൽ നിന്ന് സ്വീകരിച്ചതാണ്. കാച്ചിക്കുറുക്കി ചില യോഗി സിദ്ധന്മാർ സ്വീകരിച്ചതാണ്. തിരുമൂലദേവനും ഇത് തന്നെ സ്വീകരിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അനേകായിരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ നവാക്ഷരി ചക്രമന്ത്രവും അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന അനേകം മന്ത്രസാധനകളും, ബാലാമന്ത്ര സാധന തുടങ്ങി പല മന്ത്ര ശക്തി സാധനകളും തമിഴകത്ത് ദ്രാവിഡ ദേശത്ത് നിലവിലുണ്ട്. അതിപ്പോഴും പിന്തുടരുന്നുമുണ്ട്. കേരളക്കരയിലും ഇതിൻ്റെയൊക്കെ സാധകന്മാർ ധാരാളമുണ്ട്. അവർക്കെല്ലാം ഈ അനുഭവം, ശക്തിയുടെ ഈ മഹാ അനുഗ്രഹം ലഭിച്ചവരാണ് താനും. ഈ ചട്ടമ്പി സ്വാമികൾക്ക്, ശ്രീനാരായണ ഗുരുദേവനൊക്കെ ഈ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അനേകം സിദ്ധികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദേവിയുടെ കർമ്മ കൗശലത ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ച ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുപോലെ തന്നെ തമിഴകത്ത് വള്ളലാർ എന്ന പേരുള്ള രാമലിംഗ സ്വാമികൾ, സോഷ്യൽ റിഫോർമറായിരുന്നു അദ്ദേഹം. തമിഴകത്ത് ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവമുണ്ടാക്കിയ ഒരു കവി കൂടിയാണ് മുരുക ഭക്തനായ വള്ളലാർ. ആ മുരുകൻ്റെ പിന്നിലും ഈ അമ്മയുടെ കൈകൾ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഇനി അടുത്ത് തിരുവരുളേറോരീ മന്ത്രത്തെ നാവ് തന്മേൽ ഉരുവിട്ടിരുന്നിടുന്ന ഈശൻ്റെ ഗേഹമല്ലോ. ഈശൻ്റെ ഗേഹമാക്കി മാറ്റാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കും. ഈശൻ്റെ ഗ്രഹമായി നമ്മുടെ ശരീരത്തെ മാറ്റാൻ ഈ ദേവീ സാധന കൊണ്ട് കഴിയും. ഉള്ളം പെരുങ്കോവിൽ എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളം പെരുങ്കോവിലാണ്. അവിടെയാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. ആ ശരീരത്തിൽ ദേവിയെ കുടിയിരുത്താൻ കഴിയും മന്ത്രസാധന കൊണ്ട്. ഇതിനെ താൻ തിരുവമ്പല ചക്രമെന്നും ഗ്രഹിക്കാം. ഇത് തന്നെയാണ് തിരുവമ്പല ചക്രം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ചിദംബര രഹസ്യം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ചിദംബരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിരുവമ്പലം എന്ന് പറയുന്നത് ശരീരത്തിലെ ശിരസ് തന്നെയാണ്. അവിടെ ശിവശക്തിമാർ ഒന്നിക്കുന്നു. മഹാശക്തിയെയും നാം കാണാം. അവിടെ ശക്തി സ്വരൂപിണിയായ ദേവിയും ശിവനും ഒന്നിക്കുന്നു ഈ തിരുവമ്പല ചക്രത്തിൽ, ഈ ശിരസിൽ, കാശിയിൽ. അതാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. നോക്കൂ, ഇനി കൗ മുതൽ ഐ വരേക്കും മുഞ്ചെന്ന മന്ത്രമെല്ലാം പകയറ്റു നീ ഭജിച്ചാൽ സഖിയാക്കുമാരും നിന്നെ എല്ലാവരും സഖിയാക്കി മാറ്റും. കാരണം എന്താ? ദേവിയുടെ അനുഗ്രഹം ആവോളം നിനക്കുണ്ട്. അതുകൊണ്ട് നിന്നെ ഈ സാധകനെ സഖിയാക്കി മാറ്റാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. പക തന്നോടാർക്കും ഇല്ലാതാനും
അങ്ങനെയുള്ള സാധകന് ആരും ശത്രുക്കൾ ഉണ്ടാകില്ല. ആർക്കും ഈ സാധകനോട് പകയും തോന്നുകയില്ല. ജനിദുഃഖമാറും, ജനന മരണങ്ങളില്ലാതാകും. നിയതം നീ പരാശക്തി അമ്മയെ ഭജിച്ചിടൂ. പരാശക്തിയായ അമ്മയെ അല്ലയോ സാധക നീ വീണ്ടും വീണ്ടും ഭജിക്കൂ എന്നാണ് തിരുമൂലദേവൻ ഇവിടെ നമ്മളോട് പറയുന്നത്. അതായത് ഒരു ദേവീ ഭക്തന് അസാധ്യമായിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ഇതിൽ ദേവീ ഭാഗവതത്തിൽ ഒട്ടനവധി ദേവിയുടെ അവതാരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിലെ ദേവീ തത്വം വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഞാനത് വായിക്കാം. ഒരേ ഒരു സൂര്യൻ്റെ പ്രതിബിംബം അനേകം ജലാശയങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ടല്ലോ, ഇതുപോലെ സമസ്ത ജീവരാശികളിലും ചേതനമായി വർത്തിക്കുന്നത് ദേവിയുടെ പ്രതിബിംബങ്ങൾ തന്നെ. ജീവാത്മാവ് എന്ന് പറയപ്പെടുന്നത് ഈ പ്രതിബിംബ ചൈതന്യമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ എല്ലാ ശരീരങ്ങളുടെയും ഉടമസ്ഥയാവകാശം ദേവിക്കുണ്ട്. ലോകത്തിൽ എത്ര കൈകളുണ്ടോ കാലുകളുണ്ടോ അവയെല്ലാം ദേവിയുടേതാണ്. അതാണ് ആയിരക്കണക്കിന് തലകൾ എന്നും മറ്റും ഇവിടെ ദേവിയെ വിശേഷിപ്പിക്കുന്ന. അനേകായിരം ശിരസ്സുകളോടുകൂടിയ, അനേകായിരം കൈകളോടുകൂടിയ, അനേകായിരം ഉടലുകളോടുകൂടിയ ദേവിയെ സഹസ്രശീർഷം, സഹസ്രവക്ത്രം, സഹസ്രകർണം, സഹസ്രനേത്രം, സഹസ്രഹസ്തം, സഹസ്രപാദം എന്നൊക്കെയാണ് ദേവിയെ വിശേഷിപ്പിക്കുന്നത്. ദേവീ ഭാഗവതം മുഴുവനും ദേവിയുടെ ഈ മഹാശക്തിയെ വിശദീകരിക്കുന്ന മഹാ ഇതിഹാസ കൃതിയാണ് ദേവീ ഭാഗവതം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.